നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം ആഗമേ വിലസുക നാരായണ ജയ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ അകാസുരവധം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാണരക്ഷണത്തിങ്കലാശയാമുന്നം ഞങ്ങൾ സാനന്ദമമൃതാഹാരം ചെയ്താരെന്നുള്ളതും നൂനം അന്വകമരന്മാരായുള്ളൂരെന്നും മനസ്സേ മറന്നകൻ തന്നിലെ ഭയം കൊണ്ട് ദീനന്മാരായാർ വൈകിടാതെ കണ്ടവൻ മരിച്ചാനന്ദം പ്രാപിച്ചാലും കേവലമെന്നുള്ളൊരു ഭാവന കലർന്നിരിക്കുന്നവരെല്ലാം അഗന്ധേവഗീതനയനെ കൊല്ലുവാൻ ഭാവിച്ചുടൻ പോകുന്നതറിഞ്ഞു കാൺമാനായി പുറപ്പെട്ടു പാരാതെ മന്ദം മന്ദം കൂടവേ വഴിപെട്ടാർ. പൂതനാഥനിക്കടുത്തുള്ളൊരു ഭഗന്തന്റെ ഭ്രാതാവാം അവനവർ തമ്മിക്കുന്നതിനുള്ള പോരായ്മ പരിഭവം കൊണ്ടുള്ളിൽ വളർന്നതി ഘോരാകാരേണ വന്നങ്ങാശയമാർഗത്തിങ്കൽ നിന്നവൻ വിചാരിച്ചു തുടങ്ങി മനക്കാമ്പിൽ, എന്നുടെ സഹോദരിയെയും സോദരനെയും കൊന്നതി കാണായവർ തന്നിൽ വച്ച് ഇളയവനെന്നാൽ ഞാനിവനെ ഗോപാലബാലന്മാരോടെ കൊന്നു തിന്നിടും നേരം വന്നീടും രുതിരത്തിൽ നിന്നു ചെയ്തിടാം സോദരോദക കർമാദികൾ. മന്മനോഹിതം വരുമാറന്നാൽ പശുപന്മാർക്കുന്മൂലനാശം വരുമില്ല സംശയമേതും. ഗോപാലന്മാർക്കു ജീവനാകുന്ന ദിവൻ തന്നെ പാപികൾ തമ്മെ കൊൽവാനെന്തൊരു കഴിവുള്ളൂ. ചേതസി വിചാരിക്കില്ലെന്നെല്ലാം ഓർത്തോർത്തെഴും ജാത കൗതുകൾ പെരുമ്പാമ്പായി ചമഞ്ഞവൻ താനത് വലിയൊരു യോജനായതത്തോടും ദിനമെന്നിയേ പാദയോജന വണ്ണം ചേർന്നു ഗോഗണത്തോടും കൃഷ്ണരാമന്മാർ ഗോപന്മാരും വേഗേന വരും വഴിയൊക്കവേ അടച്ചുതൻ വാ പിളർന്നൊരു മഹാപർവത ഗുഹ പോലെ വ്യാപൃതം കിടന്നുകൊണ്ടിടിനാനവനിൽ. മേദിനിയോട് കീഴം മേലതു മേഘത്തോടും
മേതുരനുടെ ചുണ്ടു രണ്ടുമായെത്തിയിടുന്നു. മേരുതൻ ശിഖരങ്ങൾ പോലെ ദംഷ്ട്രകളജ്ഞാകാരമാം നാവും കനൽക്കട്ടകൾ ദഹിച്ചിരുകൂറായി നിന്നുടനൊരു യോജനയിലും പുറം വേറെ നിന്നതിശയാകാരമാം നേത്രങ്ങളും നാസാരന്ധ്രങ്ങളുടെ നിന്നു വന്നിടും. പരവാദവും ഒരു പൂതിഗന്ധവും സഹിയാതെ നീളവേ പരന്നളവെന്തിതെന്നൊരുമിച്ചു കാളിന്തി തീരെ കളിക്കുന്ന ഗോപാലന്മാരും ചിന്തിച്ചു തുടങ്ങിനാൻ എന്തോരു ദുർഗന്ധവും സന്താപ ബഹുത്വവും ഉണ്ടാവാൻ അവകാശം. പണ്ഡിതൻ കീഴിലേവമുണ്ടായിലൊരിക്കലും കൊണ്ടൽ നിർവർണ്ണൻ തന്റെ വൈരികൾ അസുരകൾ സമ്പ്രതി വിരോധിപ്പാൻ വന്നുളരായാരെങ്കിൽ അമ്പതിലമ്പൻ തുണയുണ്ടല്ലോ നമുക്കെല്ലാം. മുമ്പിൽ അന്തകപുരത്തിനു താൻ തന്നെ പോയാൻ വമ്പനാമ്പകൻ അവനങ്ങു ചങ്ങാതം പോലെ പിമ്പിട തുടർന്നു ചൊൽകുന്നയച്ചേടുമെന്നും കമ്പമില്ലരികളെ എങ്കിലും നമുക്കുള്ളിൽ പ്രാണസങ്കടം വലുതാകയാൽ വിരോധികൾ കാണാതെ മറ്റെങ്ങാനും പുകയെന്നെല്ലാവരും കൂടി നിന്നുഴന്നു ചിന്തിച്ചു മന്ത്രിച്ചു തമ്മിൽ പേടിയും പറഞ്ഞകതാരിടമിടർ തേടി മാനസം ഭ്രമിച്ചെഴുമാനന്ദം കുറഞ്ഞതിമാനികൾ ദീനന്മാരായി ചെന്നുടൻ തെരുതെരു ദാനവൻ വരും പാമ്പായാനനം പിളർന്നതിലാനായ കുമാരന്മാരേതുമൊന്നറിയാതെ നൂനമങ്ങവൻ ജഡരാലയത്തിനു നേരെ യാനവും തുടങ്ങിനാരാശു വന്നമരകൾ വാനിൽ നിന്നവർ കണ്ടു ദീനരായതു കാലം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ അകാസുരവധം വരികൾ സഹിതം തുടരും നാളെ. അതുപോലെ എല്ലാ ദിവസവും ഈ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഈ ഒരു മാസം കൊണ്ട് സമ്പൂർണ്ണ രാമായണ പാരായണം ഇന്ന് മുതൽ വരികൾ സഹിതം പാരായണം ചെയ്യുന്നു. 1, 2, 3 ഭാഗങ്ങൾ വരികളില്ലാതെ ചെയ്തത് ഇന്ന് മുതൽ വരികൾ സഹിതം രാമായണവും പാരായണം ചെയ്യുന്നു. നമസ്തേ.